വെൽക്കം ടു PSC ഐഡിയാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ്. എല്ലാവരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. PSC എക്സാമിനൊക്കെ നിർബന്ധമായും ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. എന്താണ് കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പിണറായി വിജയൻ. അടുത്തത് കെ രാജൻ, റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രി കെ രാജൻ. റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രി ആരാണ്? കെ രാജൻ. നെക്സ്റ്റ് വൺ, റോഷി അഗസ്റ്റിൻ, ജലവിതരണ വകുപ്പ് ഭൂഗർഭ ജലവകുപ്പ്. ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ് ജലവിതരണ വകുപ്പും അതുപോലെ ഭൂഗർഭ ജലവകുപ്പും കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. അതുപോലെ വനം വന്യജീവി സംരക്ഷണം ആരാണ്? ഏത് മന്ത്രിയാണ് വനം വന്യജീവി സംരക്ഷണം? എ കെ ശശീന്ദ്രനാണ് വനം വന്യജീവി സംരക്ഷണം. അടുത്തത് കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ. ആരാണ്? വി അബ്ദുറഹ്മാൻ ആണ് കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ജി ആർ അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജി ആർ അനിൽ. അടുത്തത് ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കെ എൻ ബാലഗോപാൽ ആണ് ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി മന്ത്രി ആരാണ്? ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി മന്ത്രിയാണ് ആർ ബിന്ദു. ആരാണ്? ആർ ബിന്ദു ആണ് ഉന്നത വിദ്യാഭ്യാസം അതുപോലെ സാമൂഹിക നീതി മന്ത്രി. അടുത്തത് ജെ ചിഞ്ചുറാണി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജെ ചിഞ്ചുറാണി. ആരാണ്? ജെ ചിഞ്ചുറാണിയാണ് ക്ഷീരവികസനം അതുപോലെ മൃഗസംരക്ഷണം കൈകാര്യം ചെയ്യുന്നത്. അടുത്ത മന്ത്രിയാണ് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് PWD ആൻഡ് ടൂറിസം. എന്തൊക്കെയാണ്? PWD ആൻഡ് ടൂറിസം വകുപ്പാണ് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്നത്. ആരാണ്? അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് മന്ത്രി PWD വകുപ്പും അതുപോലെ ടൂറിസം വകുപ്പുമാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് പി പ്രസാദ്, കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി പ്രസാദ്. ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി പ്രസാദ്. അടുത്ത മന്ത്രി കെ രാധാകൃഷ്ണൻ. ആരാണ്? കെ രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം, ദേവസ്വം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. ഏതൊക്കെയാണ് വകുപ്പുകൾ? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം അതുപോലെ ദേവസ്വം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. അതുപോലെ രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. ആരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളി ചെയ്യുന്ന വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി എന്നീ വകുപ്പുകളാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വകുപ്പുകൾ. അടുത്ത മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ. റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ. ഏതൊക്കെയാണ് വകുപ്പുകൾ? റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ. അതുപോലെ നിയമം, വ്യവസായം, കയർ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി രാജീവ്. ആരാണ്? പി രാജീവ് ആണ് നിയമം, വ്യവസായം, കയർ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത മന്ത്രിയാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിഷറീസ് അതുപോലെ സാംസ്കാരികം. ഏതൊക്കെയാണ്? ഫിഷറീസ് ആൻഡ് സാംസ്കാരികമാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. അതുപോലെ
പൊതുവിദ്യാഭ്യാസം, തൊഴിൽ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് വി ശിവൻകുട്ടി. ആരാണ്? വി ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസം അതുപോലെ തൊഴിൽ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. വി ശിവൻകുട്ടി. അടുത്തത് വി എൻ വാസവൻ. വി എൻ വാസവൻ സഹകരണം, തുറമുഖം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് വി എൻ വാസവൻ. ഏതൊക്കെയാണ് വകുപ്പ്? സഹകരണം അതുപോലെ തുറമുഖം. അടുത്തത് ആരോഗ്യം, സ്ത്രീ ശിശു വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് വീണ ജോർജ്. ആരാണ്? വീണ ജോർജ് ആണ് ആരോഗ്യം അതുപോലെ സ്ത്രീ ശിശു വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണം അതുപോലെ ഗ്രാമവികസനം, എക്സൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് എം പി രാജേഷ്. ആരാണ്? എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, എക്സൈസ് ഈ വകുപ്പുകൾ ചെയ്യുന്ന മന്ത്രിയാണ് എം പി രാജേഷ്. ഇത്രയും മന്ത്രിമാരെ കുറിച്ചും വകുപ്പുകളെ കുറിച്ചുമാണ് നമുക്ക് പറയാനുള്ളത്.